ഈ വംശഹത്യ ലോക ചരിത്രത്തിലെ പുതിയ കാര്യമൊന്നുമല്ല. പല വഴി പല ദേശങ്ങളിൽ അത് നടന്നിട്ടുണ്ട്. അതിന് കൃത്യമായ അജണ്ടയുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഇപ്പോഴത്തെ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസയെ നരകമാക്കും, നശിപ്പിക്കും. പലസ്തീനികൾ അവിടുന്ന് ഒഴിഞ്ഞു പോകണം. അവർ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പോയി പാർക്കട്ടെ. മറ്റ് അറബ് രാജ്യങ്ങൾ അവർക്കതിനുള്ള സംവിധാനങ്ങൾ റീഹാബിലിറ്റേഷൻ ചെയ്തു കൊടുക്കട്ടെ. ഗാസയെ ഞങ്ങൾ നരകമാക്കും, പലസ്തീനികളെ അവിടുന്ന് അടിച്ചോടിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആർക്കു വേണ്ടി? ഇസ്രയേലിന് വേണ്ടി. ഈ വംശഹത്യയുടെ ഒരു ചരിത്രത്തിലേക്ക് ഒട്ടേറെ ചരിത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വീഡിയോയിൽ പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. അതായത് അമേരിക്കയിലെ ഇന്നത്തെ ഈ സംസ്കാരം എന്ന് പറയുന്ന അമേരിക്കൻ ചരിത്രം എങ്ങനെയാണ് ഉണ്ടായത്? 400 കൊല്ലം മുമ്പ്, 4 നൂറ്റാണ്ട് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1620 ലണ്ടനിലെ പ്ലിമത്തിൽ നിന്ന്, ഇംഗ്ലണ്ടിലെ പ്ലിമത്തിൽ നിന്ന് 100-ലധികം, കൃത്യമായി പറഞ്ഞാൽ 102 യാത്രികരും 30ഓളം കപ്പൽ ജീവനക്കാരുമായിട്ട് പ്ലിമത്തിൽ നിന്ന്, ഇംഗ്ലണ്ടിലെ പ്ലിമത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ആദ്യ ബാച്ച്, അതായത് മേ ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ അവർ പോകാൻ കാര്യം, ബ്രിട്ടീഷ് രാജാവ് റോമുമായിട്ടുള്ള കാതലിക്സുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു, പോപ്പുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഉണ്ടാക്കുന്നു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സെപ്പറേറ്റിസത്തിൻ്റെ പ്രസ്ഥാനമായിട്ട് മാറുന്നു. റീഫോർമേഷൻ്റെ പിന്നാലെയുള്ള മാറ്റങ്ങൾ. അങ്ങനെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സ്വതന്ത്രമാകുന്നു. പോപ്പുമായിട്ട്, വത്തിക്കാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. അപ്പോഴും വത്തിക്കാനും പോപ്പുമായിട്ടുള്ള ബന്ധത്തെ കാത്തുസൂക്ഷിക്കുന്ന കുറച്ച് ക്രിസ്ത്യാനികൾ ഇംഗ്ലണ്ടിലുണ്ട്. അവരെ സ്വയം അവർ പ്യൂരിറ്റൻസ് എന്ന് വിളിച്ചിട്ട് അവരിനി ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നില്ല, ഞങ്ങൾ നാട് വിട്ടു പോവുകയാണ്. അങ്ങനെ ജീവിക്കാൻ പുതിയ ഭൂമി കണ്ടെത്തിപ്പോയ ആദ്യ കപ്പലാണ് 1620 പോയ മെയ് ഫ്ലവർ. അതിനുശേഷം മെയ് ഫ്ലവർ എന്നുള്ള പേരിൽ തന്നെ വേറെ പല കപ്പലുകളും പോയി. ആദ്യ പ്യൂരിറ്റൻസ് പോയി, പിന്നാലെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഔട്ട്ലോസ്, ക്രിമിനൽസ്, കുറ്റം ചെയ്തവർ, ജയിലിൽ കിടക്കുന്നവർ, അവരെ മോചിപ്പിച്ചു. അവരെയും കപ്പലിൽ കയറ്റി വിട്ടു അമേരിക്കയിലേക്ക്. അങ്ങനെ അമേരിക്കയിൽ കുടിയേറിയ ഈ വർഗം, ഈ ഇംഗ്ലണ്ടിൽ നിന്ന് പോയ വർഗം പിന്നെ ചെയ്ത അവിടെ എന്താണ്? അവിടുത്തെ ആദിമ നിവാസികളെ, റെഡ് ഇന്ത്യൻസിനെ കൊന്നൊടുക്കുകയായിരുന്നു. അമേരിക്കയിൽ, ഇന്നത്തെ അമേരിക്കയിൽ അന്ന് ജനിച്ച് വളർന്ന, ജീവിച്ച റെഡ് ഇന്ത്യൻസിനെ, അവിടുത്തെ ആദിമ നിവാസികളെ കൊന്നൊടുക്കുകയായിരുന്നു. അതാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു വംശഹത്യ എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് റെഡ് ഇന്ത്യൻസിനെ കൊന്നൊടുക്കിയിട്ടാണ് കാരണം റെഡ് ഇന്ത്യൻസ് ഇവരുടെ ഇതിനെ വരവിനെ ചെറുത്തു. ഈ കപ്പലിൽ ഇംഗ്ലണ്ടിൽ നിന്ന് കയറി വന്നവരെ ആരായാലും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് അവര് ആയുധമെടുത്തപ്പോൾ, അവരുടെ പരമ്പരാഗത ആയുധമെടുത്തപ്പോൾ ചുട്ടരിച്ചു കൊല്ലുകയായിരുന്നു. വംശഹത്യ. അതിന് ഇംഗ്ലീഷിൽ പോഗ്രം എന്ന് പറയും. POGROM, പോഗ്രം. ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പോഗ്രമാണ്, വംശഹത്യയാണ് അമേരിക്കയിൽ നടന്നത്. അവിടെ കുടിയേറിയ ഇപ്പോഴത്തെ ഈ കുടിയേറ്റക്കാരുടെ പൂർവികർ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്. ഇതേപോലെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ക്രിമിനൽസും പ്യൂരിറ്റൻസും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടുത്തെ അമേരിക്കൻ ചർച്ചായിട്ട് അവർ മാറി. പിന്നെ ക്രിമിനൽസ് അവിടെ ചെന്നിട്ട് അവരുടെ മക്കള് കൊച്ചുമക്കള് പിന്നെ അമേരിക്കൻ പ്രസിഡന്റുമാരായി. അങ്ങനെ ഇപ്പൊ വന്നിരിക്കുന്ന പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പം ഡൊണാൾഡ് ട്രംപിന് വംശഹത്യ എന്ന് പറയുന്ന ഒരു പുത്തരിയല്ല, പുതിയ കാര്യമൊന്നുമല്ല. അപ്പൊ ഗാസയിലെ പലസ്തീനികളെ അവിടുന്ന് പായിച്ചിട്ട് സയണിസം കൊണ്ടുവരണം. സയണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പലസ്തീൻ ജൂതന്മാരുടെ ജ്യൂസിന്റെ വാഗ്ദത്ത ഭൂമിയാണ്. അത് കൈയടക്കിയേ പറ്റുള്ളൂ. അപ്പൊ അവിടെ താമസിക്കുന്ന അറബ് വംശജരായ പലസ്തീനികളെ അവിടെ നടിച്ചോടിച്ചേ പറ്റുള്ളൂ. ഒന്ന് നിങ്ങൾ ഓടിപ്പോക്കണം, അല്ലെ കൊന്നുകളെ. അതാണിപ്പോ ഗാസയിൽ നടക്കുന്ന യുദ്ധം.
ലക്ഷക്കണക്കിന് പലസ്തീനികളെ കൊന്നൊടുക്കുന്നു. പരിക്കേറ്റവരും മരിച്ചവരും കൂടി ലക്ഷക്കണക്കിനാണ്. മരിച്ചവർ തന്നെ 60,000-ന് മുകളിലെത്തി. 1,00,000-ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു, ഗുരുതരമായി പരിക്കേറ്റവർ. അങ്ങനെ ഉള്ള ഗാസയിൽ ഇസ്രയേൽ അധിനിവേശം ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. അതിനുവേണ്ടി നടക്കുന്ന അജണ്ടയാണ്, സയനിസ്റ്റ് അജണ്ടയാണ് ഇപ്പോൾ ഗസയിൽ ട്രംപ് നടത്തിയ പ്രഖ്യാപനം. ഇതിനെ ഇന്ത്യൻ ഭരണകൂടം, നമ്മുടെ മോദി സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം എന്താ, മോദി സർക്കാരിന്റെ ലക്ഷ്യം എന്താണ്? സയനിസ്റ്റ് ഐഡിയോളജി തന്നെയാണ്, ഹിന്ദുത്വയുടെ ഐഡിയോളജി. രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. എന്താ സയനിസം പറയുന്നത്? പലസ്തീനികളെ അടിച്ചോടിച്ചിട്ട് യഹൂദന്മാരെ ഗാസയിൽ താമസിപ്പിക്കണം, ആ ഭൂമി ഞങ്ങൾ കൈയടക്കും. അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ട്. 2, ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണം. സയനിസത്തിന്റെ മറ്റൊരു മോഡലാണ്. അതിന് എന്തു ചെയ്യണം? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇവിടുന്ന് പോകണം, അല്ലെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. അപ്പൊ സയനിസവും ഹിന്ദുത്വയും തമ്മിൽ വളരെ സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ RSSന്റെ അജണ്ട വെച്ചിട്ട് ഇസ്രയേലുമായിട്ട് വളരെ വളരെ സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നത്, അമേരിക്കയുമായിട്ടും ട്രംപുമായിട്ടും. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കണം. ഇതിന് വലിയ ബുദ്ധിജീവിയൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല ഇത് മനസ്സിലാക്കാൻ. വംശഹത്യ പോഗ്രം ലോക ചരിത്രത്തിൽ പലയിടത്തും നടന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങളും പശുവിന്റെ പേര് പറഞ്ഞ്, ഗോമാതാവിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന കൊലകൾ, അക്രമങ്ങൾ. അപ്പൊ ഇപ്പോ ക്രിസ്ത്യൻ സമുദായ വിശ്വാസികൾക്ക് പോലും ഒരു ഇൻസെക്യൂരിറ്റിയാണ്, അരക്ഷിതത്വ ബോധം വന്നിരിക്കുന്നു. സുരക്ഷിതത്വ ബോധം ഇല്ലാണ്ടാവുന്നത് ക്രിസ്ത്യൻ സഭകൾക്ക്, അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക്. BJPയെ പിന്തുണച്ച കുറെ ക്രിസ്ത്യൻ ബിഷപ്പുമാരൊക്കെ ഈ നാട്ടിലുണ്ടല്ലോ. ഇപ്പൊ അവര് മാറി പറഞ്ഞു തുടങ്ങിയല്ലോ. ഏറ്റവും കൂടുതൽ അക്രമങ്ങള് ക്രിസ്ത്യൻ പള്ളികൾക്കെതിരെ, ക്രിസ്ത്യൻ വിശ്വാസികൾക്കെതിരെ വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത്. അതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് എതിരെ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഇതും സയനിസവും ഹിന്ദുത്വയും രണ്ടും കൂട്ടി വായിച്ചാൽ മതി. ഇതിനെ അന്ധമായിട്ട് പിന്തുണയ്ക്കുന്ന കുറെ വിഡ്ഢികൾ ഈ രാജ്യത്തുണ്ട്. വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് അവർ. അവരിതൊന്നും മനസ്സിലാക്കുന്നില്ല എന്താണ് വരാൻ പോണതെന്ന്. ഇന്ന് ഗസയിൽ സംഭവിക്കുന്നത്, അല്ലെ ട്രംപ് ഗസ പിടിച്ചടക്കുമെന്ന് വേറൊരു രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റ് പറയണമെങ്കിലേ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മെയ്ഫ്ലവർ എന്ന് പറയുന്ന ആദ്യ കപ്പല് മറന്നു പോകണ്ട, പ്യൂരിറ്റൻസ് പോയ ആദ്യ കപ്പൽ അമേരിക്കയിലേക്ക്, അവിടുത്തെ റെഡ് ഇന്ത്യൻസിനെ മുഴുവൻ കൊന്നൊടുക്കി തീ വെച്ചു കൊന്നു. പിന്നാലെ കുറെ ക്രിമിനൽസ് അവിടുന്ന് കപ്പലുകളിൽ പോയി അമേരിക്കയിലേക്ക്. അവരുടെ പിന്മുറക്കാരാണ് ഇന്ന് അമേരിക്ക നിയന്ത്രിക്കുന്നത്. പിന്നെ യഹൂദന്മാര്. അമേരിക്കൻ സർക്കാരിൽ ഏറ്റവും അധികം സ്വാധീനമുള്ളത് യഹൂദർക്കാണ്. പിന്നെ ഇന്ത്യൻ വംശജർക്ക് സ്വാധീനമുണ്ട്. ആ ഇന്ത്യൻ വംശജര് ഹിന്ദുത്വയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണയ്ക്കുന്നവർ തന്നെയാണ് കൂടുതലും. അത് പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ. ഡെമോക്രാറ്റ്സിൽ അത്രയുമില്ല, അവർക്ക് കുറച്ചുകൂടെ ബഹുസ്വരതയുണ്ട്. ഡെമോക്രാറ്റ് പാർട്ടിക്ക് ബഹുസ്വരത, അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ മാനിക്കണം, അല്ലെ നീഗ്രോകൾക്ക്. ഈ നീഗ്രോകളെ കൊണ്ടുവന്നിട്ടല്ലേ ലക്ഷക്കണക്കിന് നീഗ്രോകളെ ആദ്യം റെഡ് ഇന്ത്യൻസിനെ കൊന്നൊടുക്കി. എന്നിട്ട് ലക്ഷക്കണക്കിന് നീഗ്രോകളെ കപ്പലുകളിൽ ആഫ്രിക്കയിൽ നിന്ന് അടിമ വേലയ്ക്ക് കൊണ്ടുവന്നിട്ട് അവര് കെട്ടിപ്പൊക്കിയ രാജ്യത്തിലാണ് ഈ പറയുന്ന അമേരിക്ക സ്വർഗം ഉണ്ടാക്കിയത്. അവരുടെ വിയർപ്പ്, അവരുടെ അടിമത്തത്തിന്റെ വിയർപ്പിന്റെ ഫലമാണ് ഇന്ന് അമേരിക്ക ഉണ്ടാക്കിയ സമ്പത്തൊക്കെ. ഇതൊന്നും ആരും ചർച്ച ചെയ്യത്തില്ല, ഇതൊന്നും ആരും പറയില്ല. ക്രൂരമായ സത്യങ്ങൾ പറയാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പോ ലോകം വീണ്ടും വംശഹത്യ എന്ന് പറയുന്ന അജണ്ടയിലേക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഗാസയിൽ വംശഹത്യയാണ് ട്രംപും ഇസ്രയേലും നെതന്യാഹുവും ലക്ഷ്യം വെക്കുന്നത്. പലസ്തീനികൾ അവിടുന്ന് ഒഴിഞ്ഞു പോകണം. ഈ ഒരു ഘട്ടത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്.